തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നതാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ വെച്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷീജ കൂടി എന്നോടൊപ്പം ചേരുകയാണ് SITയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ഷീജ, ഇപ്പോൾ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനെ കുറിച്ചാണ് രാജ്കുമാർ കൊല്ലത്ത് നിന്ന് സംസാരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നതാണ്. സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുമ്പോൾ ഈ വാജി വാഹനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്ത്രിയുടെ കൈവശം ഒരുപാട് കാലം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വാജി വാഹനം ഉപയോഗിച്ച് വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളിലേക്കാണോ അന്വേഷണ സംഘം പോകുന്നത്? അതാണോ അവരുടെ പ്രധാനപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകൾക്ക് പിന്നെ പ്രധാനപ്പെട്ട സംശയമെന്ന് പറയുന്നത്? തീർച്ചയായും മനു, അതായത് ഈ പ്രധാനമായും തന്ത്രി കണ്ഠരര് രാജീവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം വിപുലമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ കൂടി പരിശോധിച്ചിട്ടുള്ളത്. അതിലാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏതായാലും ഇന്നിപ്പോൾ തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ളൊരു നീക്കം SIT നടത്തിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇതിൽ കൂടുതൽ വ്യക്തത തേടുക എന്നുള്ളതാണ് SIT പ്രധാനമായും ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും ഈ വാജി വാഹനം ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് കൈപ്പറ്റുന്നു, അത് വർഷങ്ങളോളം കൈവശം വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വാജി വാഹനം പലയിടങ്ങളിലായി എത്തിച്ചുകൊണ്ട് അവിടങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അങ്ങനെയുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ സമഗ്രമായ രീതിയിൽ തന്നെ SIT പരിശോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭം ഈ വാജി വാഹനം ഉപയോഗിച്ചുകൊണ്ട് തന്ത്രി നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള ചോദ്യം ചെയ്യൽ പ്രധാനമായും നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ തട്ടിപ്പിന് സമയത്തൊക്കെ അവിടെ ആ രീതിയിലുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തതിൽ വലിയ പങ്ക് തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് SITയുടെ അനുമാനം എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള തെളിവുകളും അവരുടെ കൈവശമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ സ്പോൺസർഷിപ്പ് ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം ഇവിടെ നിന്നും ദ്വാരപാലക ശില്പങ്ങളാകട്ടെ കട്ടിളപ്പാളിയാകട്ടെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ശബരിമലയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ളൊരു സാഹചര്യവും ഒരുക്കി കൊടുത്തത് തന്ത്രിയാണ് എന്ന തരത്തിലുള്ള എന്നുള്ള തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് SITക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല മനു. തീർച്ചയായും. ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് ഈ വിവരങ്ങൾ ഏതായാലും നമ്മളോട് പങ്കുവച്ചത്. ഈ സാമ്പത്തിക ഇടപാടുകൾ അതാരുമായിട്ട് നടത്തി, ഏതൊക്കെ വഴിക്കാണ് നടന്നത്, വാജി വാഹനം അടക്കം പ്രദർശിപ്പിച്ച് പണം സമ്പാദിച്ചിട്ടുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് SIT തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ പരിശോധിക്കുന്നത്. ഏതായാലും കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു.